ഹായ് കുഞ്ഞുങ്ങളെ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് എത്രാമത്തെ പാഠമാണ് നാം പഠിക്കുന്നത്? പാഠം 5. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയാമല്ലേ എത്രാമത്തെ പാഠം, എത്രാമത്തെ ക്വാർട്ടറാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണല്ലേ? ശരി. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നാമെന്നും പ്രാർത്ഥിക്കും. ഇപ്പം എല്ലാ കുട്ടികൾക്കും അറിയാം അല്ലേ, നാം സൺഡേ സ്കൂൾ പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും അല്ലേ? അതുപോലെ നമുക്ക് ഇന്നെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ശരി, നാം പ്രാർത്ഥിക്കുവാൻ എങ്ങനെ ഇരിക്കും? മുട്ടുകുത്തി കൈകൂപ്പി കണ്ണടച്ചാണ് നാം എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത് അല്ലേ? ശരി, എല്ലാവരും അങ്ങനെ ഇരുന്നേ. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും ദൈവമേ. ഞങ്ങൾക്ക് ദൈവമേ ഇന്നും ദൈവമേ സൺഡേ സ്കൂളായി പഠിപ്പിക്കുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യും ദൈവമേ. ഇതുവരെ ദൈവമേ ഞങ്ങൾ പഠിപ്പിച്ചത് എല്ലാ പാഠങ്ങളും ദൈവമേ ഞങ്ങളുടെ പൈതങ്ങൾ ദൈവമേ ശ്രദ്ധയോടെ പഠിച്ച് ദൈവമേ അതിന് പ്രകാരം ജീവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവമേ. ഇതുവരെ ഞങ്ങൾക്കുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവമേ എല്ലാവരും ദൈവം ഭദ്രമായി മറിച്ചതിനായി സ്തോത്രം. ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും തന്നെ വരാതെ വണ്ണം അപ്പം ഒരു വ്യാധി പോലും വരാതെ വണ്ണം ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും എൻ്റെ ദൈവം സൂക്ഷിച്ചതിനെ അങ്ങേക്ക് നന്ദി പറയും ദൈവമേ. ഇന്ന് ദൈവമേ പഠിപ്പിക്കുന്ന പാഠം പഠിപ്പിക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ദൈവമേ അത് പഠിക്കുവാൻ ദൈവം പൈതങ്ങളെയും ദൈവം ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ദൈവീയ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സകലവും ദൈവത്തിൻ്റെതായ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവരായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എത്ര കുഞ്ഞുങ്ങൾ ആമേൻ പറഞ്ഞു? നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആമേൻ പറയണം അല്ലേ? അതൊക്കെ നാം എന്ത് ചെയ്യണം? പഠിക്കണം. എവിടെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നാം ആമേൻ എന്ന് പറയണം. ശരി, അപ്പോൾ ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും സുഖമായും ആരോഗ്യത്തോടും ഈ രോഗങ്ങളൊന്നും അണിഞ്ഞാലവണ്ണം നാം എന്ത് ചെയ്യുന്നു? ആയിരിക്കുന്നു അല്ലേ? ഇതെല്ലാം ആരുടെ കൃപയാണ്? നമ്മുടെ യേശുവിൻ്റെ കൃപയാണല്ലേ. നമുക്കൊരാപത്തോ ഒരനർത്ഥമോ അങ്ങനെ ഒന്നും വരാതെ വണ്ണം നമ്മെ ഇതുവരെ സൂക്ഷിച്ചതാരാണ്? നമ്മുടെ യേശുവാണ് നമ്മെ എന്ത് ചെയ്തത്? സൂക്ഷിച്ചത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? യേശുവിന് നന്ദിയുള്ളവരായിരിക്കണം അല്ലേ? യേശുവിന് നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എത്ര പേര് ദിവസവും പ്രാർത്ഥിക്കും? എല്ലാവരും എന്ത് ചെയ്യണം? ദിവസവും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കാൻ അറിയാത്തവർ പേരൻസിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? വായിച്ച് ചോദിക്കണം, ആ വചനങ്ങൾ മനസ്സിലാക്കണം. സൺഡേ സ്കൂൾ പാഠത്തിൽ പഠിപ്പിക്കുന്ന ഓരോരോ വചനങ്ങൾ എന്ത് ചെയ്യണം? നാം കാണാതെ പറയണം. അതാണ് നമുക്ക് ഓരോ ദിവസവും ബലം അല്ലേ? നമുക്ക് ആരോഗ്യം. നമ്മെ ഒരു രോഗം കേൾക്കാതെ വണ്ണം ദൈവം എന്ത് ചെയ്യുന്നു? ഇതുവരെ നമ്മെ സൂക്ഷിച്ചപ്പോൾ നാം എന്ത് ചെയ്യുന്നു? സുഖത്തോടെയും സൗഖ്യത്തോടെ എന്ത് ചെയ്യുന്നു? നാം ആയിരിക്കുന്നു. ശരി, നമുക്കെന്ത് ചെയ്യാം? പാഠം പഠിക്കാം. കഴിഞ്ഞ ആഴ്ച നാം എത്രാമത്തെ പാഠം പഠിച്ചു? കഴിഞ്ഞ ആഴ്ച ക്വാർട്ടർ 3 പാഠം 4 അല്ലേ? അതിലേത് കഥയാണ് നാം പഠിച്ചത്? ഒരു കൈവരണ്ട മനുഷ്യനെ എന്ത് ചെയ്യുന്നു? യേശു സൗഖ്യമാക്കുന്നു അല്ലേ? അവൻ്റെ കൈ നിവരാതെ വണ്ണം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? യേശു ആ കൈ നിവർത്തുക എന്ന് പറഞ്ഞപ്പോൾ ധൈര്യത്തോടെ എന്ത് ചെയ്തു? നിവർത്തിയപ്പോൾ എന്ത് ചെയ്തു? അവന് അപ്പോൾ വരണ്ടിരുന്ന കൈ എന്ത് ചെയ്തു? സുഖമായല്ലേ? അവന് സുഖം ലഭിച്ചു. അതാണ് നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. ശരി, കഴിഞ്ഞ ആഴ്ച നാം ഏത് വചനമാണ് പഠിച്ചത്? കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനം ഏതാ? അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അല്ലേ? അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ശരി, ആ കഴിഞ്ഞ ആഴ്ചത്തേൽ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ഒരു 3 ക്വസ്റ്റ്യൻ. ഒന്ന്, യേശു പള്ളിയിൽ കണ്ട മനുഷ്യൻ്റെ രോഗം എന്തായിരുന്നു? കൈവരണ്ട മനുഷ്യനെയാണ് യേശു പള്ളിയിൽ കണ്ടത്. 2, പരീശന്മാർ യേശുവിൽ കണ്ട കുറ്റം എന്തായിരുന്നു? എന്താണ് കുറ്റം? യേശു ഏത് ദിവസമാണ് രോഗസൗഖ്യം? ശബത്തല്ലേ? അപ്പോൾ ശബത്തിനെ ലംഘിച്ചു. അതാണ് പരീശന്മാർ യേശുവിൽ കണ്ട കുറ്റം. 3, ശബത്ത് എന്നാൽ എന്ത്? ശബത്ത് എന്നാൽ എന്ത്? യഹൂദന്മാരുടെ ആരാധന ദിവസമാണ് ശബത്ത്. യഹൂദന്മാരുടെ ആരാധന ദിവസമാണ് ശബത്ത്.
ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ എല്ലാ കുട്ടികളും മനഃപ്പാഠവാക്യവും ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം പഠിച്ചു എന്ന് ചെയ്യുന്നു ടീച്ചർ വിശ്വസിക്കുന്നു. ശരി, നമുക്കിന്ന് ക്വാർട്ടർ 3 പാഠം 5 ക്വാർട്ടർ 3 പാഠം 5. ശരി, അതിലെ മനഃപ്പാഠവാക്യം എന്താ? സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസ് 5:17. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ഇന്ന് നമുക്ക് പാഠം പഠിക്കാം. ഇന്നും യേശു ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതായ പാഠമാണ് നമുക്ക് ഇന്നും എന്ത് ചെയ്യാനുള്ളത്? പഠിക്കുവാൻ ഉള്ളത്. ശരി, ഇന്നത്തെ പാഠത്തിൻ്റെ പേര് യേശു ഒരു ചെകിടനെ സൗഖ്യമാക്കുന്നു. യേശു ഒരു ചെകിടനെ സൗഖ്യമാക്കുന്നു. ചെകിടൻ എന്ന് പറഞ്ഞാൽ കേൾവിക്കുറവുള്ള മനുഷ്യൻ അല്ലേ? കേൾക്കുവാൻ പറ്റാത്ത മനുഷ്യനെയാണ് ചെകിടനെന്ന് പറയുന്നത്. നാം സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? കേൾക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെയാണ് ആ ചെകിടനെന്ന് പറയുന്നത്. അപ്പോൾ യേശു അങ്ങനെ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയ കഥയാണിന്ന് നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. ശരി, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു? അനേക അത്ഭുതങ്ങൾ ചെയ്തു അല്ലേ? അടയാളങ്ങൾ ചെയ്തു. ആരാലും സഹായിക്കാൻ പറ്റാതെയും ആരും സഹായമില്ലാതിരുന്ന മനുഷ്യരെയും യേശു എന്ത് ചെയ്തു? സഹായിച്ചു. അവരോട് യേശുവിന് എന്ത് ചെയ്തു? മനസ്സലിവ് തോന്നി. അപ്പോൾ യേശുവിന് ഈ മനസ്സലിവൊക്കെ തോന്നിയത് എന്തുകൊണ്ടാണ്? യേശു ദൈവമായതുകൊണ്ടാണ് ആ മനസ്സലിവ് തോന്നിയതല്ലേ? ഇതെല്ലാം എങ്ങനെ യേശുവിനെ കൊണ്ട് സാധിക്കുന്നു സൗഖ്യമാക്കുവാൻ? യേശു ദൈവമായതുകൊണ്ടാണ് എന്ത് ചെയ്യുക? സൗഖ്യമാക്കുവാൻ സാധിക്കുന്നത്. ശരി, പാലസ്തീനിൽ ഗലീല കടൽ എന്നൊരു തടാകം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? പാലസ്തീനിൽ ഗലീല കടൽ ഉണ്ടായിരുന്നു അല്ലേ? ഗലീല കടൽ എന്നൊരു തടാകം ഉണ്ടായിരുന്നു. യേശു പലപ്പോഴും അവിടെ പോകുമായിരുന്നു. യേശു അവിടെ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യും? അനേക ആളുകൾ വന്നുകൂടും, അനേക രോഗികൾ വന്നുകൂടും, പാപികളായ മനുഷ്യർ വന്നുകൂടും. ഇവരെല്ലാം യേശുവിൻ്റെ അടുത്തിരുന്ന് എന്ത് ചെയ്യും? വചനം കേട്ട് യേശുവിനാൽ സൗഖ്യം പ്രാപിച്ചിട്ട് ഇവരെന്ത് ചെയ്യൂ? മടങ്ങിപ്പോവും. അങ്ങനെ യേശു പലപ്പോഴും ഇങ്ങനെ ഈ ഗലീല കടൽ എന്ന തടാകത്തിൽ പോകുമായിരുന്നു. അങ്ങനെ യേശു എന്ത് ചെയ്തു? ഒരു ദിവസവും ഇതുപോലെ ഗലീല കടൽ എന്ന തടാകത്തിൽ എന്ത് ചെയ്തു? യേശു പോയി. അപ്പോൾ എന്നും ഇങ്ങനെ പോവും, ആളുകൾ എന്ത് ചെയ്യും? വന്നുകൂടും. അതുപോലെ യേശു അന്ന് പോയപ്പോഴും എന്ത് ചെയ്തു? ആളുകൾ ധാരാളം എന്ത് ചെയ്തു? വന്നുകൂടി. എന്തിനാണ് വന്നുകൂടിയത്? യേശുവിൻ്റെ വായിലിരിക്കുന്ന വചനം, ആത്മീക വചനമെല്ലാം കേൾക്കണമല്ലേ? പിന്നെ രോഗികൾ വന്നുകൂടി. എന്താണ്? യേശു അത്ഭുതം ചെയ്യില്ല, രോഗത്തെ സൗഖ്യമാക്കും. അതുകൊണ്ട് അന്ന് എന്ത് ചെയ്തു? ധാരാളം ആളുകൾ എന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടിയപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു ചെകിടനും വിക്കനുമായ മനുഷ്യനും കൂടെ വന്നു. ചെകിടൻ എന്ന് പറഞ്ഞാൽ കാത് കേൾക്കാതെ, വിക്കൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ വിക്കുള്ള ഒരു വാക്ക് പറയുമ്പോൾ അത് നേരെ പറയുവാൻ പറ്റാത്ത തടിച്ച നാവുള്ളവരാണ് എന്തെന്ന് പറയുന്നത്? വിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കേൾവിക്കുറവും വിക്കുമുള്ളതായ ഒരു മനുഷ്യനും അവിടെ വന്നിരുന്നു അല്ലേ? അപ്പോൾ അവനെ ആരാണ് കൊണ്ടുവന്നത്? അവരുടെ മാതാപിതാക്കളാണ് അവനെ എന്ത് ചെയ്യുവാൻ? സൗഖ്യമാക്കുവാനായി അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവനെ ഇങ്ങനെയെങ്കിലും സൗഖ്യമാക്കണമെന്നുള്ളതായ ഒരു താല്പര്യത്തോടെയാണ് അവൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവൻ അവിടെ വന്നത്. അപ്പോൾ ആ മാതാപിതാക്കൾ യേശുവിനോട് പോയി പറഞ്ഞു, യേശു ഇവൻ ഇതുപോലെ എന്ത് ചെയ്യുന്നു? കാത് കേൾക്കുവാൻ പറ്റില്ല, ഇവൻ സംസാരിക്കുമ്പോൾ വിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്ത് ചെയ്തു? അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് യേശു ഇരുന്നു? ഇല്ല അല്ലേ? യേശുവിനെ അത് സൗഖ്യമാക്കുവാൻ കഴിയും. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? എങ്ങനെ അവനെ സൗഖ്യമാക്കി കാണും യേശു? കഴിഞ്ഞ പടത്തിലൊക്കെ യേശു കയ്യിൽ നിന്ന് വരിക അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സൗഖ്യമായി അല്ലേ? ഇത് യേശു എന്ത് ചെയ്തു? യേശുവിൻ്റെ വിരൽ അവൻ്റെ ചെവിയിൽ ഇട്ടു. യേശുവിൻ്റെ വിരൽ എന്ത് ചെയ്തു? അവൻ്റെ ചെവിയിൽ ഇട്ടെടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഉടനെ അവന് കേൾക്കുവാനും കഴിഞ്ഞു, അവന് സംസാരിക്കുവാനും കഴിഞ്ഞു. എന്ത് അത്ഭുതം അല്ലേ? യേശു ഒരു വിരൽ ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവന് കേൾവി കിട്ടി, അടുത്തെന്ത് ചെയ്തു? അവന് സംസാരിക്കുവാനും കഴിഞ്ഞു.
അല്ലേ? അപ്പോൾ നമ്മുടെ യേശു എത്ര മഹാനാണ്. നാം ഭൗതികമായി ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് മാത്രം ചികിത്സ ചെയ്യണം, അല്ലേ? അത് ചിലപ്പോൾ തന്നെ ശരിയാവും, ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ശരിയാവത്തില്ല. അപ്പോൾ നമ്മുടെ യേശുവിന് ഏത് രോഗമായാലും എന്ത് ചെയ്യാം, സൗഖ്യമാക്കുവാൻ കഴിയും. അപ്പോൾ അവന് കാത് കേൾക്കാം. അപ്പോൾ അവന് എന്ത് സന്തോഷമായി കാണുമല്ലേ? ആദ്യം അവർ സംസാരിക്കുന്നവന് അവന് കേൾക്കാൻ കഴിയത്തില്ല, പിന്നെ അവന് സംസാരിക്കുവാനേ നേരെ വരത്തില്ല. അപ്പോൾ അന്ന് യേശു സൗഖ്യമാക്കിയപ്പോൾ അവനെന്ത് ചെയ്യാം, നല്ല അപ്പോൾ എല്ലാം കേൾക്കാം, അല്ലേ? എല്ലാവരും സംസാരിക്കുന്നത് കേൾക്കാം, അവൻ്റെ മാതാപിതാക്കൾ സംസാരിക്കുന്നത് കേൾക്കാം, പിന്നെ അവന് നമ്മളെപ്പോലെ നന്നായി സംസാരിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഇത് ആരാണ് ഈ അത്ഭുതം ചെയ്തത്? നമ്മുടെ യേശു ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് എന്ത് ചെയ്തു, അതിശയം തോന്നി. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിശയം തോന്നുന്നു. യേശുവിൽ അധികം എന്ത് ചെയ്യുന്നു, വിശ്വാസം തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ ജനങ്ങൾ എന്ത് ചെയ്തു, ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. അപ്പോൾ യേശു ഒരു അത്ഭുതം, അല്ലേ? യേശു നല്ലൊരു അത്ഭുതം ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ജനങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും തുടങ്ങി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ പാടുവാനും തുടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ, അല്ലേ? ഒരു ചെറിയ കഥ, എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായി കാണും. യേശു ഇങ്ങനെ ഗലീല കടലിൻ്റെ പോകുമ്പോൾ അനേക ആൾക്കാർ വന്നുകൂടി. അതിൽ ചെകിടനും വിക്കനും അനേക രോഗികൾ വന്നു അവിടെ. പക്ഷേ അവിടെ ഈ കഥയിൽ ചെകിടനും വിക്കനുമായ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. യേശു എന്ത് ചെയ്തു, വിരൽ ചെവിയിലിട്ട് അവനെന്ത് ചെയ്തു, സൗഖ്യമാക്കിയത്. അതിൽ വിശ്വസിച്ച ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. ശരി ദൈവക്കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മുടെ യേശു എത്ര നല്ല വലിയവനാണല്ലേ? നാം കുഞ്ഞു കുട്ടികളായിരുന്നാലും എന്ത് രോഗം വന്നാലും എന്ത് ചെയ്യും, യേശു നമ്മെ സൗഖ്യമാക്കി. യേശു നമ്മെ കൈവിടത്തില്ല. നമുക്ക് ബുദ്ധി മോശമായിരുന്നാലും ശരി, നമുക്ക് എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടായിരുന്നാലും യേശു വിശ്വസിച്ച യേശുവിനെന്ത് ചെയ്യും, എല്ലാം കഴിയും, അല്ലേ? നാം കുഞ്ഞു കുട്ടികളാണല്ലേ? യേശുവിനോട് നാം എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്മുടെ യേശുവിനോട് പറയണം, അല്ലേ? മാതാപിതാക്കളോട് നാം ചോദിക്കുമ്പോൾ അവിടെ ചിലപ്പം കാശ് കാണത്തില്ല. എന്നാൽ നാം എന്ത് ചെയ്യണം, നാം പോയിരുന്നു, യേശുപ്പാ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കരുതിയമ്മേ കാശ് കൊടുക്കണമേ, എനിക്ക് അത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, സുഖമില്ലാതെ വരും, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വരും. അപ്പം നാം എന്ത് ചെയ്യണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. യേശുപ്പാ എനിക്കിങ്ങനെ ഒരു അസുഖമായിരിക്കണം, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകാൻ ദൈവം ഇടവരുത്തരുത്, ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ, എനിക്ക് സുഖം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച യേശു എന്ത് ചെയ്യും, സുഖം തരും. അതാണ് നാം ഇന്നത്തെ പാഠത്തിൽ പഠിച്ചതല്ലേ? ചെകിടനെയും വിക്കനെയും എന്ത് ചെയ്യുന്ന യേശു സൗഖ്യമാക്കിയതിനെ കുറിച്ച് പഠിച്ചല്ലേ? ശരി, അപ്പോൾ ഇത് ഒരു ചെറിയ കഥ. അപ്പോൾ ഇതിലുള്ള വചനം എത്ര പേർക്ക് മനസ്സിലായി? സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്? യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അതാണ് ഈ വചനത്തിൽ പറയുന്നത്, സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസ് 5:17. ശരി, ഈ പാഠത്തിൽ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എന്ത് ചെയ്യണം? ടീച്ചർ കഥ പറഞ്ഞില്ലേ, കഥയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. അപ്പോൾ ആ കഥ പറഞ്ഞ ഓർമ്മയിൽ എന്ത് ചെയ്യണം, അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണം, പറയണം. ശരി, 1, എങ്ങനെയുള്ള രോഗിയെയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? അല്ലേ, വിക്കനും ചെകിടനും, കാതും കേൾക്കില്ല, സംസാരിക്കാനും നേരെ വരത്തില്ല, അങ്ങനെയുള്ള മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത്, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്, അല്ലേ? വിക്കനും ചെകിടനും. 2, യേശു അയാളെ സൗഖ്യമാക്കിയതെങ്ങനെ? ആ വിക്കനും ചെകിടനുമായ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയതെങ്ങനെ? എന്ത് ചെയ്തു, വിരൽ ചെവിയിലിട്ടു, അല്ലേ? യേശുവിൻ്റെ വിരൽ ചെവിയിലിട്ട് സൗഖ്യമാക്കി. 3, സൗഖ്യം കണ്ട ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? ടീച്ചർ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഒരു സൗഖ്യം കണ്ടപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. 4, യഫത എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? യേശു ഇങ്ങനെ വിരൽ ചെവിയിലിട്ട് യഫത എന്ന് തുറന്നു വരിക എന്ന അർത്ഥത്തോടെ യഫത എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവന് കേൾവി കിട്ടി, അല്ലേ? യഫത എന്ന വാക്കിനർത്ഥം തുറന്ന് വരിക. അപ്പോൾ യേശു ഇങ്ങനെ അവന് എന്ത് ചെയ്തു, ചെവിയിൽ വിരലിട്ടിട്ട് യഫത എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ചെവി തുറന്നു വന്നു. അപ്പോൾ ആ യഫത എന്ന വാക്കിനർത്ഥം തുറന്ന് വരിക എന്നാണ്. അപ്പോൾ യേശു തുറന്നു വരിക എന്ന അർത്ഥത്തോടെ ചെവിയിൽ വിരലിട്ടിട്ട് യഫത എന്ന്
പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തുറന്നു വന്നു. അതാണ് എപ്പദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? തുറന്ന് വരിക. ശരി, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായോ? ടീച്ചർ ഒന്നുകൂടെ പറയട്ടെ. എങ്ങനെയുള്ള രോഗിയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞ്. വിക്കനും ചെകിടനും. ശരി. 2, യേശു അയാളെ സൗഖ്യമാക്കിയത് എങ്ങനെ? ചെവിയിൽ വിരലിട്ടു, അല്ലേ? വിരലിട്ട് എപ്പദ എന്ന് പറഞ്ഞു. 3, സൗഖ്യം കണ്ട ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും എന്ത് ചെയ്തു? തുടങ്ങി. 4, എപ്പദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തുറന്ന് വരിക. ഇത്രയുമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. എല്ലാ കുഞ്ഞുങ്ങളും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, ഇതിൻ്റെ വചനം പഠിക്കുക. ശരി, നാം അപ്പോൾ ഇതുവരെ സൺഡേ സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു? 1ാമത്തെ ക്വാർട്ടർ പഠിച്ചു, 2ാമത്തെ ക്വാർട്ടർ പഠിച്ചു, 3ാമത്തെ ക്വാർട്ടറിൽ 5 പാഠം എന്ത് ചെയ്തു? നാം പഠിച്ചു. അപ്പം ഇതെല്ലാം എന്ത് ചെയ്യണം കുഞ്ഞുങ്ങൾ? ഇതിലുള്ള വചനവും ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും ഇതിലുള്ള കഥയൊക്കെ എന്ത് ചെയ്യണം? നാം പഠിക്കണം, അല്ലേ? പഠിച്ച് ഓരോ ദിവസം പഠിച്ചതിനെ നോട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് എന്ത് ചെയ്യണം? നാം പഠിക്കണം. അതിലുപരി എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ഓരോ യേശുവിനായി ജീവിക്കണം. നാം സേഫ്റ്റിയായി തന്നെ ഇരിക്കണം, അല്ലേ? ഓരോ ദിവസവും. ശരി, നമുക്കപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കാമോ? ശരി. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും ദൈവമേ. അപ്പാ, ഞങ്ങൾക്ക് ദൈവമേ ഇന്ന് സൺഡേ സ്കൂളായി പഠിപ്പിക്കുവാൻ ദൈവം തന്ന കൃപകൾക്കായ സ്തോത്രം ദൈവമേ. ഇന്ന് പഠിപ്പിച്ചതായ പാഠം പൈതങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ ദൈവം സഹായിക്കണം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ദൈവമേ, അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ദൈവമേ പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. പൈതങ്ങൾ ഒരിക്കലും ദൈവമേ സൺഡേ സ്കൂൾ പാഠം ഉദാസീനതയുടെ എടുക്കുവാൻ അനുവദിക്കരുത്. അപ്പാ, ഭൗതിക പാഠത്തിനേക്കാൾ ഉപരിയായി ഈ ആത്മീയ പാഠം ദൈവമേ പൈതങ്ങൾ പഠിക്കുവാൻ ശ്രദ്ധയോടെ അതിനെ മനസ്സിലാക്കുവാൻ നിൻ്റെ ദൈവം പൈതങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുന്ന ദൈവമേ. നിങ്ങൾ ഇതുവരെയും ദൈവമേ ഫസ്റ്റ് ക്വാർട്ടർ ദൈവമേ, സെക്കൻഡ് ക്വാർട്ടർ ദൈവമേ, തേർഡ് ക്വാർട്ടറിലുള്ള 5 പാഠം വരെ പഠിപ്പിച്ചു ദൈവമേ. ഇതെല്ലാം പൈതങ്ങളുടെ മനസ്സിൽ പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾക്കും പഠിപ്പിക്കാൻ ആവശ്യമായ ദൈവീയ കൃപ ജ്ഞാനത്ത് ദൈവം നൽകിയതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഇനി ഞങ്ങളുടെ പൈതങ്ങളെ സൂക്ഷിക്കും. ഞങ്ങൾ ഇനി കാണുന്നതുവരെ ഞങ്ങളുടെ എല്ലാ വിശ്വാസ കുടുംബങ്ങളെ, ഞങ്ങളുടെ ദേവദാസന്മാരുടെ കുടുംബങ്ങളെ എല്ലാവരും ദൈവം ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. ദൈവീയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ദൈവത്തിൻ്റെതായ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു ദൈവമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.